Hi all, Anu here. This is the fourth lecture of Class 10 Biology chapter, How do organisms reproduce? കഴിഞ്ഞ ലെക്ചറിൽ നമ്മൾ ഡിഫറെൻറ്റ് മോഡ്സ് ഓഫ് അസെക്ഷൽ റീപ്രൊഡക്ഷനാണ് പഠിച്ചുകൊണ്ടിരുന്നത്. നമ്മൾ ഫിഷൻ പഠിച്ചു, ഫ്രാഗ്മെൻറ്റേഷൻ പഠിച്ചു, റീജനറേഷൻ പഠിച്ചു, ബഡ്ഡിങ് പഠിച്ചു. ഈ ലെക്ചറിൽ നമ്മൾ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്താണെന്ന് പഠിക്കും, അതിൻ്റെ നാച്ചുറൽ ആൻഡ് ആർട്ടിഫിഷ്യൽ മെത്തേഡ്സ്, കട്ടിങ്, ഗ്രാഫ്റ്റിങ്, ലെയറിങ്, പിന്നെ നമ്മൾ ടിഷ്യൂ കൾച്ചർ പഠിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ സ്പോർ ഫോർമേഷനും പഠിക്കും. തുടങ്ങാം. ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷനാണ്. നമ്മൾ കണ്ടിട്ടുണ്ടാവും, നമ്മൾ ഈ തണ്ടൊടിച്ച് കുത്തുന്നതും അതുപോലെ തന്നെ ഇലയ്ക്കകത്തുനിന്ന് നമ്മൾ ബ്രയോഫിലം ഇലമുളച്ചി എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. അതിൻ്റെ ഇല മണ്ണിൽ വീഴുകയാണെങ്കിൽ ആ ഓരോ നോച്ചിൽ നിന്നും പുതിയ പുതിയ തൈകളുണ്ടായി വരും. അതുപോലെ തന്നെ നമ്മൾ തണ്ട് കുത്തിയും അതുപോലെ തന്നെ ഈ വേരിൽ നിന്നും ഒക്കെ പുതിയ പുതിയ പ്ലാന്റ്ലെറ്റ്സ് കിളുക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നോൺ റീപ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഒരു പ്ലാന്റ് പാർട്ടിൽ നിന്നും പുതിയ ഒരു പ്ലാന്റ് ഉണ്ടാവുന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്നാണ് പറയുക, കായിക പ്രജനനം എന്നൊക്കെ. അപ്പോൾ നമുക്കറിയാലോ, ഒരു പ്ലാന്റിൻ്റെ റീപ്രൊഡക്റ്റീവ് പാർട്ട് എന്ന് പറയുന്നത് ഫ്ലവറാണ്. അപ്പോൾ ഫ്ലവറിൽ നിന്നല്ലാതെ സ്റ്റെമ്മിൽ നിന്നോ റൂട്ടിൽ നിന്നോ ലീഫിൽ നിന്നോ ഒക്കെ പുതിയ പ്ലാന്റ്ലെറ്റ് ഉണ്ടാകുന്നതിനെയാണ് നമ്മൾ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്ന് പറയുക. നമ്മൾ ഈ പറഞ്ഞ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷന് ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട് കേട്ടോ. നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞു, ലീഫിന് ബ്രയോഫിലം എക്സാമ്പിളാണ്. പിന്നെ അതുപോലെ തന്നെ റൂട്ട്സിൽ നിന്ന് പുതിയ പ്ലാന്റ്ലെറ്റ്സ് ഉണ്ടാകുന്ന എക്സാമ്പിളാണ് ക്യാരറ്റും സ്വീറ്റ് പൊട്ടറ്റോയും ഒക്കെ. ദെൻ അതുപോലെ തന്നെ നമ്മളുടെ മോഡിഫൈഡ് അണ്ടർഗ്രൗണ്ട് സ്റ്റെം ഉണ്ട്. ഇപ്പോൾ നമ്മൾ ട്യൂബർ ഓഫ് പൊട്ടറ്റോ എന്ന് പറയും. അപ്പം അതിനകത്ത് അത് നമ്മൾ ഐ ഓഫ് പൊട്ടറ്റോ എന്ന് പറയില്ലേ, ഓരോ പുതിയ പുതിയ മുളകൾ വരുന്നത്. ദെൻ അടുത്തതാണ് നമ്മളുടെ റൈസോം ഓഫ് ജിഞ്ചർ എന്നൊക്കെ പറയുന്നത്. അപ്പം ശരിക്കും നമുക്ക് കാണുമ്പം അത് കിഴങ്ങാണെന്ന് തോന്നിയാലും ആക്ച്വലി ഇറ്റ് ഈസ് ആൻ അണ്ടർഗ്രൗണ്ട് സ്റ്റെം, ഒരു മോഡിഫൈഡ് സ്റ്റെമ്മാണ്. അപ്പോൾ പുതിയ പ്ലാന്റ്ലെറ്റ്സ് ഉണ്ടാകുന്ന ആ ഒരു പ്രോസസ്സിൽ ഫ്രം ദ നോൺ റീപ്രൊഡക്റ്റീവ് പാർട്സ് അതിൽ ഹ്യൂമൻ ഇൻ്റർവെൻഷൻസ് ഉണ്ടെങ്കിൽ അത് ആർട്ടിഫിഷ്യൽ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷനാണ്. നമ്മളുടെ ഹ്യൂമൻ ഇൻ്റർവെൻഷൻസ് ഒന്നുമില്ലാതെ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള സിറ്റുവേഷൻസിൽ പുതിയ പ്ലാന്റ്ലെറ്റ്സ് ഉണ്ടായി വരുന്നതാണെങ്കിൽ അത് നാച്ചുറൽ ആയിട്ടുള്ള വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷനാണ്. അപ്പോൾ ഇതിൽ ആർട്ടിഫിഷ്യൽ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻസിന് എക്സാമ്പിൾസ് ആണ് കട്ടിങ്, ഗ്രാഫ്റ്റിംഗ്, ലെയറിങ് ഒക്കെ. പിന്നെ അതുപോലെ തന്നെ ടിഷ്യൂ കൾച്ചറും കേട്ടോ. അപ്പോൾ എന്താണ് കട്ടിങ്? ഏതെങ്കിലും ഒരു വെജിറ്റേറ്റീവ് പാർട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നോൺ റീപ്രൊഡക്റ്റീവ് പാർട്ട്, അത് ലീഫ് ആവാം, സ്റ്റെം ആവാം, എന്തുമാവാം, അത് കട്ട് ചെയ്തിട്ട് ആ ഒരു കട്ട് ചെയ്ത പോർഷൻ നമ്മൾ സോയിലിൽ വെച്ചിട്ട് വീണ്ടും വേരൊക്കെ ഉണ്ടാക്കി പുതിയ ഒരു പ്ലാന്റ്ലെറ്റ് ആക്കുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ കട്ടിംഗ് എന്ന് വിളിക്കുക. അതിന് എക്സാമ്പിളാണ് നമ്മളുടെ റോസും ജാസ്മിനും ഒക്കെ. അടുത്തത് ഗ്രാഫ്റ്റിംഗ്. ഒരു ലിവിങ് പ്ലാന്റിൻ്റെ ഒരു പാർട്ട്, അതിനെ നമ്മൾ സിയോൺ എന്ന് വിളിക്കും കേട്ടോ. ആ ഒരു പാർട്ടിനെ നമ്മുടെ സെക്കൻഡ് പ്ലാന്റ്, ആ പ്ലാന്റിൻ്റെ ഒരു പാർട്ടായിട്ട് ഫെർദറായിട്ട് വളർത്തിയെടുക്കുക. അതായത് നമ്മളുടെ ആ റൂട്ടഡ് ആയിട്ട് നിൽക്കുന്ന, നിലത്ത് നിൽക്കുന്ന ആ ഒരു പ്ലാന്റിനെ നമ്മൾ സ്റ്റോക്ക് എന്ന് വിളിക്കും. ദെൻ അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത് വെക്കുകയാണ് നമ്മളുടെ ഫസ്റ്റ് പാർട്ടിനെ. അപ്പോൾ സിയോണിനെ സ്റ്റോക്കിലേക്ക് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ചിട്ട് സ്റ്റോക്കിൻ്റെ പാർട്ടായിട്ടാണ് വീണ്ടും പിന്നെ സിയോൺ വളർന്നു വരിക. ആ ഒരു പ്രോസസ്സാണ് ഗ്രാഫ്റ്റിംഗ്. അടുത്തത് ലെയറിങ്. അപ്പോൾ ഒരു പ്ലാന്റിൻ്റെ ഒരു സ്റ്റെമ്മിനെ എടുത്തിട്ട് നമ്മൾ വളച്ചെടുത്ത് ഗ്രൗണ്ടിലേക്ക് വെച്ച് നമ്മൾ മണ്ണിട്ട് മൂടുകയാണ്. അപ്പോൾ എന്ത് സംഭവിക്കും? അഡ്വാൻറ്റേഷ്യസ് റൂട്ട്സ് വരും. അപ്പോൾ അങ്ങനെ റൂട്ട്സ് ആയി കഴിയുമ്പോൾ നമ്മൾ ആ സ്റ്റെമ്മിനെ നമ്മുടെ പേരൻറ്റ് പ്ലാന്റിൽ നിന്ന് ഡിറ്റാച്ച് ചെയ്ത് പുതിയൊരു പ്ലാന്റാക്കി നമ്മൾ വളർത്തിയെടുക്കുക. അപ്പോൾ ഏതൊരു സ്റ്റെമ്മിനെയാണോ നമ്മളങ്ങനെ വളച്ച് വെച്ചിട്ട് ഒരു വേര് വളരാനായിട്ടുള്ള സാഹചര്യം, അതായത് സോയിലുമായിട്ടുള്ളൊരു കോണ്ടാക്റ്റ് ഉണ്ടാക്കിയെടുത്തത്, അതിനെയാണ് നമ്മൾ ലെയർ എന്ന് പറയുക. അപ്പോൾ എന്തിനായിരിക്കും നമ്മൾ ഈ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ ഇങ്ങനെ എൻകറേജ് ചെയ്യുന്നത്? റീസൺ ഇതാണ്. നമുക്ക് ചില പ്ലാന്റ്സ് ഒക്കെ ഉണ്ട് കേട്ടോ, നമ്മുടെ ബനാന, റോസ്, ജാസ്മിന്, ഓറഞ്ച്. അതായത് ഇവരുടെയൊക്കെ ഒരു പ്രത്യേകത എന്താണെന്ന് നോക്കുകയാണെങ്കിൽ അവർക്കൊക്കെ ഇനി സീഡിൽ നിന്ന് പുതിയ പ്ലാന്റ്ലെറ്റ്സിനെ ഉണ്ടാക്കാനായിട്ടുള്ള ആ ഒരു കപ്പാസിറ്റി ലോസ്റ്റ് ആയിപ്പോയി. ഇപ്പോൾ ബനാനയ്ക്കൊക്കെ ആണെങ്കിൽ സീഡ് തന്നെ ഫോർമേഷൻ എന്ന് പറയുന്നത്, അതായത് ഒരു നമുക്ക് ഉപയോഗപ്രദമായ ഒരു സീഡ് പോലും ഉണ്ടാക്കാനായിട്ടുള്ള ആ ഒരു കപ്പാസിറ്റി അവർക്ക് ലോസ്റ്റ് ആയിപ്പോയി. അപ്പോൾ അങ്ങനെയുള്ള പ്ലാന്റ്സിൻ്റെ റീപ്രൊഡക്ഷന് വേണ്ടിയിട്ട് നമുക്ക് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷനാണ് ഫോളോ ചെയ്യാൻ പറ്റുക. ആൻഡ്
ഇത് ഈ ഒരു റീസൺ അടക്കം നമുക്ക് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷന് കുറച്ച് അഡ്വാൻറ്റേജസ് ഉണ്ട്. എന്തൊക്കെയായിരിക്കും അത്? ഒരു അഡ്വാൻറ്റേജാണ്, സാധാരണ നമ്മൾ വിത്ത് വഴി മുളപ്പിച്ച് ഉണ്ടാക്കിയ ഒരു പ്ലാന്റ് ഫ്ലവേഴ്സും ഫ്രൂട്ട്സും ഒക്കെ അതിലുണ്ടാവുന്നതിനെക്കാട്ടിലും ഒരുപാട് നേരത്തെ തന്നെ നമ്മൾ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ വഴി ഉണ്ടാക്കിയെടുത്തൊരു പ്ലാന്റിൽ ഫ്രൂട്ട്സും ഫ്ലവേഴ്സും ഒക്കെ ഉണ്ടാവും. ദെൻ അതുപോലെ തന്നെ പേരൻറ്റ് പ്ലാന്റിനോട് ജനറ്റിക്കലി സിമിലർ ആയിരിക്കും നമ്മൾ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ വഴി ഉണ്ടാക്കിയെടുക്കുന്ന കുട്ടി തൈകൾ. ദെൻ അതുപോലെ തന്നെ നമ്മൾ ഇത്തിരി മുമ്പ് പറഞ്ഞ റീസൺ തന്നെ ഒരു അഡ്വാൻറ്റേജ് ആണ്. അതായത് സീഡൊക്കെ ഉണ്ടാക്കാനായിട്ടുള്ള കപ്പാസിറ്റി തന്നെ ലോസ്റ്റായി പോയിട്ടുള്ള പ്ലാന്റ്സിൻ്റെ പ്രജനനത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു മെത്തേഡ് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ ക്വിക്ക് ആൻഡ് ഈസി പ്രൊപ്പഗേഷനാണ്. അതുപോലെ എല്ലാ ക്വാളിറ്റീസും നെക്സ്റ്റ് ജനറേഷനിലേക്ക് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനും പറ്റുന്നുണ്ട്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ടിഷ്യൂ കൾച്ചറാണ്. അപ്പോൾ പ്ലാന്റ്സിൻ്റെ ഗ്രോയിങ് ടിപ്സിലൊക്കെയുള്ള ആ ഒരു ടൈപ്പ് ഓഫ് സെൽസിലെ നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട്, മെരിസ്റ്റമാറ്റിക് സെൽസ് എന്ന് പറയും. അതായത് സെൽഫ് ഡിവൈഡിങ് കപ്പാസിറ്റി ഉള്ള സെൽസ്. അപ്പോൾ ഈ മെരിസ്റ്റമാറ്റിക് സെൽസ് അല്ലെങ്കിൽ കുറച്ച് മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ കളക്ട് ചെയ്തിട്ട് അവർ ഒരു ആർട്ടിഫിഷ്യൽ മീഡിയത്തിൽ നമ്മൾ പ്ലേസ് ചെയ്യും. അപ്പോൾ ഈ മീഡിയത്തിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓക്സിജൻസും ന്യൂട്രിയൻസും ഒക്കെ റിച്ച് ആയിരിക്കും. അപ്പോൾ ഈ സെൽസ് അവർ സെൽ ഡിവിഷൻ റാപ്പിഡായിട്ട് നടന്നു കഴിഞ്ഞിട്ട് അവരൊരു ലംപ് ഓഫ് സെൽസ് ആവും. അതായത് ഒരു ചെറിയ മാസ് ഓഫ് സെൽസ് ആണ് നമ്മൾ കാലസ് എന്നാണ് വിളിക്കുക. ദെൻ ഈ ഒരു മാസ് ഓഫ് സെൽസിനെ നമ്മൾ വേറെ ഒരു മീഡിയത്തിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യും. ആ ഒരു മീഡിയത്തിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹോർമോൺസ് ഫോർ ഗ്രോത്ത് ആൻഡ് ഡിഫറൻസിയേഷൻ. അപ്പോൾ അങ്ങനെയുള്ള ഹോർമോൺസിൽ റിച്ച് ആയിട്ടുള്ള ആ ഒരു മീഡിയത്തിലേക്ക് മാറ്റി കഴിയുമ്പോൾ ഈ പറയുന്ന ഈ ഒരു ലംപ് ഓഫ് സെൽസിൽ നിന്ന് ഡിഫറെൻറ്റ് ടൈനി പ്ലാന്റ്ലെറ്റ്സ് ഉണ്ടാവും. ദെൻ ആ പ്ലാന്റ്ലെറ്റ്സ് വീണ്ടും സോയിലേക്ക് മാറ്റി, അതായത് മച്ചുറായി കഴിയുമ്പോൾ വീണ്ടും സോയിലേക്ക് മാറ്റി നമുക്ക് ഒരു നമ്പർ ഓഫ് പ്ലാന്റ്ലെറ്റ്സിനെയാണ് നമുക്ക് കിട്ടുന്നത്. നമ്മൾ യൂഷ്വലി ഈ മെത്തേഡ് നമ്മൾ ഫോളോ ചെയ്യുന്നത് ഓർണമെൻ്റൽ പ്ലാന്റ്സിനൊക്കെയാണ് കേട്ടോ. ദെൻ നമുക്ക് ആസ് എ ഹോൾ എന്തൊക്കെയായിരിക്കും ടിഷ്യൂ കൾച്ചറിൻ്റെ അഡ്വാൻറ്റേജസ്? ഇതൊരു ഫാസ്റ്റ് ഗ്രോയിങ് ടെക്നിക്കാണ്. അതുപോലെ തന്നെ നമുക്ക് ഡിസീസ് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള പ്ലാന്റ്ലെറ്റ്സിനെ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കൊരു സിംഗിൾ സെല്ലിൽ നിന്ന് അല്ലെങ്കിൽ ഒരു വളരെ കുറച്ച് നമ്പർ ഓഫ് സെൽസിൽ നിന്ന് നമുക്കൊരു നമ്പർ ഓഫ് പ്ലാന്റ്ലെറ്റ്സിനെ നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്പോർ ഫോർമേഷനാണ്. ഈ ബ്രെഡൊക്കെ നമ്മൾ മോയ്സ്ചർ കണ്ടൻ്റുള്ള ഒരു ആംബിയൻസിൽ നമ്മൾ സൂക്ഷിച്ച് വെച്ചേക്കുവാണെങ്കിൽ അതിലൊക്കെ പൂപ്പൽ കയറുന്നത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളത് മൈക്രോസ്കോപ്പിലൂടെയൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിങ്ങനെ കുറേ ഇങ്ങനെ വള്ളി പോലെ കിടക്കുന്ന ഒരു ഡാർക്ക് കളർ ഇതിൽ ചെറിയ ചെറിയ സ്റ്റിക്ക് പോലെ പൊന്തി വന്നിട്ട് അതിലിങ്ങനെ ചെറിയ ബൾബ് ലൈക്ക് സ്ട്രക്ചേഴ്സ് ഉണ്ടായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുക. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാധനം നമ്മൾ ബ്രെഡ് മോൾഡ് എന്ന് പറയും, അതായത് റൈസോപ്പസ്. അപ്പോൾ നമ്മൾ സ്പോർ ഫോർമേഷൻ വഴി റീപ്രൊഡ്യൂസ് ചെയ്യുന്ന ഒന്നൊരു എക്സാമ്പിളാണ് കേട്ടോ റൈസോപ്പസ്. അപ്പോൾ ഇവരുടെ ഈ ഒരു ചെറിയ ത്രെഡ് ലൈക്ക് സ്ട്രക്ചേഴ്സിനെ നമ്മൾ ഹൈഫേ എന്നാണ് വിളിക്കുക. പിന്നെ നമ്മൾ കാണുന്നത് ഇങ്ങനെ ഓരോ സ്റ്റിക്ക് പോലെയുള്ള സ്ട്രക്ചറിൽ ചെറിയ ബ്ലോബ്സ് പോലെ ഉള്ള സ്ട്രക്ചറാണ്. ആ ബ്ലോബ്സ് എന്ന് പറയുന്നതിൻ്റെ പേരാണ് സ്പൊറാഞ്ചിയ എന്ന് പറയും. ഈ സ്പൊറാഞ്ചിയക്കകത്താണ് സ്പോർസ് പ്ലേസ്ഡ് ആയിരിക്കുന്നത്. അപ്പോൾ എന്തായിരിക്കും സ്പോർസ്? സ്പോർസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈന്യൂട്ട് യൂണിസെല്ലുലാർ റീപ്രൊഡക്റ്റീവ് ബോഡീസാണ്. അപ്പോൾ ഈ സ്പൊറാഞ്ചിയക്കകത്ത് ഒരുപാട് സ്പോർസ് ഉണ്ടാവും. അപ്പോൾ ഇവർക്ക് എപ്പോഴാണോ ഒരു ഫേവറബിൾ കണ്ടീഷൻസ് വരുന്നത്, അപ്പോൾ ഈ സ്പൊറാഞ്ചിയ ബ്രേക്ക് ചെയ്തിട്ട് സ്പോർസ് ഇങ്ങനെ അറ്റ്മോസ്ഫിയറിലേക്ക് അല്ലെങ്കിൽ അവരുടെ സറൗണ്ടിങ്ങിലേക്ക് റിലീസ്ഡ് ആവും. അതായത് അവരുടെ ഈ സ്പോർ കേസ് നല്ല തിക്കാണ്. അപ്പോൾ ഇവർക്ക് എപ്പോഴാണ് ഒരു മോയ്സ്ചർ കണ്ടന്റ് അല്ലെങ്കിൽ ഒരു ഫേവറബിൾ സിറ്റുവേഷനുമായിട്ട് ഇവർ കോണ്ടാക്റ്റ് വരുന്നത്, അപ്പോൾ ഈ ബ്ലോബ് ലൈക്ക് സ്ട്രക്ചർ സ്പൊറാഞ്ചിയ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് മില്യൺസ് ഓഫ് മൈക്രോസ്കോപ്പിക് സ്പോർസ് ആണ് റിലീസ്ഡ് ആവുക. ആൻഡ് അഗെയിൻ ഈ ഓരോ സ്പോർസിൽ നിന്നും ഇവരുടെ ഫർദറായിട്ട് ഇവർ വളർന്നു വരും. ഇപ്പോൾ നമ്മൾ അസെക്ഷൽ മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ്റെ നമുക്ക് പഠിക്കാനുള്ള എല്ലാ ടൈപ്പും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ആദ്യം നമ്മൾ ഫിഷൻ പഠിച്ചു. ഫിഷനിൽ തന്നെ നമ്മൾ ബൈനറി ഫിഷനും മൾട്ടിപ്പിൾ ഫിഷനും പഠിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫ്രാഗ്മെൻറ്റേഷൻ, ദെൻ റീജനറേഷൻ, ബഡ്ഡിങ്, വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ, അതിൽ നാച്ചുറലും ആർട്ടിഫിഷ്യലും, ദെൻ അതിൻ്റെ കീഴെ വരുന്ന നമ്മൾ ടിഷ്യൂ കൾച്ചർ പഠിച്ചു. ആൻഡ് ലാസ്റ്റ്ലി നമ്മൾ സ്പോർ ഫോർമേഷനും പഠിച്ചു. ഇനി അടുത്ത ലെക്ചേഴ്സിൽ നമുക്ക് സെക്ഷുവൽ മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ്റെ ഓരോ ടോപ്പിക്സ് കവർ ചെയ്ത് തുടങ്ങാം. അതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനായിട്ട് ഒന്നും മറക്കരുത്. ഇതുപോലെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. ദെൻ ഇനി വേറൊരു വീഡിയോയിൽ നമുക്ക് വേറൊരു ദിവസം കാണാം. അതുവരെ എല്ലാവരും സുരക്ഷിതരായിട്ടിരിക്കുക. ബൈ.